അടിയവർത്തത്തിന് ഇടുമ്പകുലത്തിന്റെ സമ്മാനം വീരഘടോൽക്കജൻ. മകനെ, ആയുഷ്മാൻ. ഞാനൊരിക്കലും അങ്ങയുടെ പുത്രൻ അഭിമന്യുവിന് പകരമാവില്ല. അതുകൊണ്ട് അങ്ങ് എന്നെ മകനായി കാണേണ്ടതില്ല. ഞാനതിന് യോഗ്യനുമല്ല. നിങ്ങളുടെ വെറും ഒരു ദാസനായി കണ്ടാൽ മതിയാവും. പ്രിയ ഘടോൽക്കജ, നിന്നെ ഞങ്ങളുടെ പുത്രനായി അംഗീകരിച്ചു കഴിഞ്ഞു. നീ ഇടുമ്പകുലത്തിന്റെ തപോഗുണമില്ലാത്ത പിന്തുടർച്ചക്കാരൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം ഇത്ര വലിയ ആപത്തിലായിട്ട് നാളിതുവരെ എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? നിഷാദനമായതുകൊണ്ടല്ലേ? ഒരിക്കലുമല്ല. ഓരോരുത്തർ വരുന്നതിനും പോകുന്നതിനും അനുയോജ്യമായ സമയം നീ ഇപ്പോഴാണ്. ഇങ്ങോട്ടേക്ക് വരേണ്ട സമയം സമാഗതമായി. പാണ്ഡവരുടെ കൂടി ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ധീരനായ ഘടോത്കജന്റെ വാക്കുകൾ ശിരസ വഹിക്കുന്നതിന് അമ്മയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ചന്ദ്രകുലത്തിന്റെ വീരകഥകൾ കേട്ടു വളർന്ന എനിക്ക് ഈ ഹസ്തിനപുരി രാജവീതിയും മഹാമോടിയിൽ ആറാടി നിൽക്കുന്ന നഗരദർശനവും എന്നും വിസ്മയ കാഴ്ചകളായിരുന്നു. ദുർവിധി ഈ സൗഭാഗ്യങ്ങളെല്ലാം എന്നിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. ഘടോൽക്കജ, നീ ധീരനാണ്. നിന്റെ ധീരത കണ്ട് കൗരവകുലം ഒന്നാകെ ലജ്ജിച്ച് തലതാട്ടുന്ന സമയം സമാഗതമായി കഴിഞ്ഞു. പ്രിയപുത്ര, ഈ യുദ്ധം ന്യായാന്യായങ്ങൾ പറഞ്ഞതാണ്. ശത്രുവിനെ വധിക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കുക. അത് സ്വന്തം ചോരയാണെങ്കിൽ അപ്പോൾ ഞാൻ പഠിച്ച യുദ്ധതന്ത്രത്തിന് നീതിയും ന്യായവും പടക്കളത്തിലേക്ക് പോകുന്ന